ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. ജനറൽ സർവീസുമായിട്ട് കയറ്റിയാണ്. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാനൊക്കെ വേണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യും. ഇതിപ്പോൾ കൂട്ടത്തിൽ കൂടെ ചെയിൻ സ്പോക്കറ്റ് കൂടി മാറാനുണ്ട്. അപ്പോൾ ലൈൻഡറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് ഇതിപ്പോൾ കിടക്കുന്ന ലൈൻഡർ കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. ലൈൻഡറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, പുതിയ ലൈൻഡറാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാക്കിലത്തെ വീലിൻ്റെ അവിടെ വന്ന റബ്ബർ കട്ട ഉണ്ടല്ലോ, ഡാമ്പർ റബ്ബർ എന്ന് പറയുന്നത്, ആ റബ്ബർ മാറണം. അതേപോലെ ഒരു ചെയിൻ സ്പോക്കറ്റ്, നമുക്ക് സ്പോക്കറ്റ് എന്ന് പറയുമ്പോൾ സെറ്റായിട്ടാണ് തന്നെ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ, എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കാണ്. 600 കിലോമീറ്റർ ആയിട്ടുണ്ട്. ശരിക്കും എയർ ഫിൽറ്റർ നമുക്കൊരു 10,000 കിലോമീറ്ററാണ് ശരിക്കും അതിൻ്റെ ഒരു ലൈഫ് പറയാം. അപ്പോൾ ഇത് ഓൾറെഡി എന്തായാലും നമുക്ക് മാക്സിമം നമ്മൾ അതിനകത്ത് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇത് മാക്സിമം അതിൻ്റെ ഉപയോഗം കഴിയണം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ അറിയാം, ഏകദേശം ഒരു ലൈറ്റ് ഗ്രീനാണ് എൻ്റെ കളറ്. പൊടിയൊക്കെ പിടിച്ച് ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ കളറിലേക്ക് എത്താം. അപ്പോൾ അതെന്തെങ്കിലും മാറ്റിയിടണം കേട്ടോ. നമുക്കിത് ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2021 ഇയറിലെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യണമുണ്ട്. നമുക്കിതുമ്പോൾ ഇരിക്കുന്നത് 12 വോൾട്ട് 7 ആമ്പിയർ എന്ന ബാറ്ററിയാണ് ആമറോണിൻ്റെ. അപ്പോൾ നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 12.95 വരെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഉപയോഗിക്കാനുള്ള രീതിയിലുള്ള വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോണ്ടല്ലോ ഓൾറെഡി ഡാമേജ് ആയിട്ട് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ട് കാണിക്കുക. എങ്കിൽ കൂടി സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് വരാം, ഫേസ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ സെൽഫ് ഫസ്റ്റ് ഇപ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കാമെന്ന് പറഞ്ഞാൽ സെൽഫ് തന്നെ കാണിക്കുള്ളൂ. ഹോൺ ഇൻഡിക്കേറ്ററിനൊക്കെ ജസ്റ്റ് വോൾട്ട് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും ബാറ്ററിയുടെ ഡാമേജ് മെയിനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷനിലായിട്ടായിരിക്കും. അപ്പോൾ 2021 അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കാം, വലിയ താമസിച്ചാണ്ട് അതൊരു കംപ്ലയിൻറ്റിലേക്ക് വരും. പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ മീറ്ററിനകത്തൊരു പാർക്ക് ബൾബ്, നമുക്ക് ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ അതിൻ്റെ മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ലൈറ്റ് തെളിയുന്നുണ്ട്. അപ്പോൾ അതൊരു ബൾബ് പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റിയിടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ, ബ്രേക്ക് പാഡ്, നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ട് വരാം. അപ്പോൾ എൻ്റെ പാഡൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ കാളിപ്പർ ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനും കൂടിയിട്ട് അഴിച്ചു. ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, പ്ലഗും എയർ ഫിൽറ്ററും കൂടിയാണ് നമുക്ക് ചെയ്യേണ്ടി വരാം. അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസും അതേപോലെ തന്നെ ഓയിൽ ചേഞ്ച്, എയർ ഫിൽറ്റർ, പ്ലഗ്, ചെയിൻ സ്പോക്കറ്റ് മാറാം, ആ ഡാമ്പറിൻ്റെ റബ്ബർ എന്ന് പറഞ്ഞാൽ വീൽ റബ്ബർ, ഇത്രയായിട്ടാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്ന പാർട്സുകളായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. എന്തായാലും വൈകിട്ട് ഒരു 6:30 കഴിയും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ.